പെട്ടെന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ തോന്നുമല്ലോ, അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാം. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണോ എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷൻ പോലത്തെ ഉള്ള ഒരു യൂട്യൂബ് കണ്ടന്റ് എടുക്കാം എന്ന് എനിക്കിങ്ങനെ ഒരു തോന്നൽ. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറ് എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ചോറും മാമ്പഴ പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും. പ്രത്യേകിച്ച് ചെന്നൈയിലേക്കും ഹൈദരാബാദിലൊക്കെ താമസിക്കുമ്പോൾ ഒരിക്കലും മാമ്പഴ പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും നമുക്ക് കിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ എനിക്ക് അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി ആ മണമൊക്കെ എനിക്ക് വരുന്നത് ഇഷ്ടമാണ്. ഹായ്, ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരു വലിയ ഹായ്. സോ ഞാനിപ്പം കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ തൊട്ട് മുൻപത്തെ എൻ്റെ ഒരു മാഗി വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ തോന്നുമല്ലോ. ആ തോന്നലിൻ്റെ പുറത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ചിലത് ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ, ചിലത് അങ്ങോട്ട് പോവാം, അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് കാണാം, അല്ലെങ്കിൽ വെറുതെ ആ സിനിമ ടി വിയിൽ വെക്കാം, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ തോന്നുകയാണ്, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം എന്നുണ്ടെങ്കിൽ അതൊരു യൂട്യൂബിലൂടെ എൻ്റെ പ്രേക്ഷകരോട് ഷെയർ ചെയ്യാം. നിങ്ങൾക്കും അങ്ങനെ എന്തെങ്കിലും തോന്നലുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണോ എന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഒരു കോൺവെർസേഷൻ പോലത്തെ ഉള്ള ഒരു യൂട്യൂബ് കണ്ടന്റ് എടുക്കാം എന്ന് എനിക്കിങ്ങനെ ഒരു തോന്നൽ. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്നും ഞാനിങ്ങനെ ഇരുന്നപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, കുറേ നാളായിട്ട് ഇപ്പം എൻ്റെയൊക്കെ നമ്മളിപ്പോൾ ഒരുപാട് റീൽസിൽ കാണും, നിങ്ങളുടെ കംഫർട്ട് ഫുഡ് എന്താണെന്ന് ചോദിക്കുമ്പം പല ആൾക്കാർ പല ഫുഡിൻ്റെ കാര്യം പറയും. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയാറ് എൻ്റെ കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ചോറും മാമ്പഴ പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും. ആ ഒരു മാമ്പഴ പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും ചോറും ഉണ്ടെങ്കിൽ ഞാൻ രാവിലെയും ഉച്ചയ്ക്കും പിന്നെ വൈകുന്നേരം ചായയുടെ കൂടെയും പിന്നെ രാത്രി ഡിന്നറിനും അങ്ങനെ ഫുൾ വീട്ടിൽ അതുള്ള ദിവസം ആ 4 നേരവും ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിക്കും. 4 നേരവും ഈ മാമ്പഴ പുളിശ്ശേരിയും ഇഞ്ചിക്കറി ആയിരിക്കും ഞാൻ കഴിക്കുക. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ് അത്. അതിൻ്റെ കൂടെ സംടൈംസ് നമ്മളിങ്ങനെ കാന്താരി മുളക് പൊട്ടിക്കും, ചിലപ്പം നല്ല കട്ട തൈര് വീണ്ടും ആ മോരുകറിയുടെ ഉള്ളിൽ ഒഴിക്കും, ചിലപ്പോൾ നല്ല ചൂട് ചോറിൽ മാമ്പഴ പുളിശ്ശേരിയും നെയ്യും ഇട്ടിട്ട് കഴിക്കും, എന്നിട്ട് ഇഞ്ചിക്കറി ഇങ്ങനെ തൊട്ട് കഴിക്കും. ഇഞ്ചിക്കറി എനിക്ക് കുറച്ച് മധുരമുള്ള ഇഞ്ചിക്കറിയാണ് ഇഷ്ടം, ഭയങ്കര എരിവായിട്ടുള്ളതല്ല, മധുരത്തോടു കൂടിയുള്ള ഒരു ഇഞ്ചിക്കറി. അതാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട്, അമ്മയ്ക്കൊക്കെ അതിഷ്ടമല്ല, കുറച്ച് എരിവൊക്കെ ഉള്ളത് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് വേണ്ടി മാത്രമായിട്ട് മധുരം സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ട് ശർക്കര നന്നായിട്ട് ഇട്ട് ഇഞ്ചിക്കറി എനിക്ക് വേണ്ടി തരും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ഒരു കംഫർട്ട് ഫുഡ്, അല്ലെങ്കിൽ ഒരു ഗോ ടു മീൽ. എപ്പോൾ വേണമെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ കഴിക്കാൻ തോന്നുന്ന അതൊക്കെ ആ ഒരു ഫുഡാണ്. അങ്ങനെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു കംഫർട്ട് ഫുഡ് ഉണ്ടാവുമല്ലോ അല്ലേ? അതേതാണെന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത്, ഞാനപ്പോൾ വീട്ടിൽ നിന്ന് മാറിയൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതേ രുചിയിൽ മാമ്പഴ പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും ഒന്നും കിട്ടില്ല, ഹോട്ടലിൽ ഒരിക്കലും കിട്ടില്ല. പ്രത്യേകിച്ച് ചെന്നൈയിലേക്കും ഹൈദരാബാദിലൊക്കെ താമസിക്കുമ്പോൾ ഒരിക്കലും മാമ്പഴ പുളിശ്ശേരിയും ഇഞ്ചിക്കറിയും നമുക്ക് കിട്ടില്ല. അത് പറയുമ്പോൾ തന്നെ എനിക്ക് അമ്മയുടെ മാമ്പഴ പുളിശ്ശേരി ആ മണമൊക്കെ എനിക്ക് വരുന്നത് ഇഷ്ടമാണ്. കുറേ ആയി ഞാൻ കഴിച്ചിട്ട്. മാമ്പഴ സീസൺ ആണല്ലോ ഇപ്പോൾ, പക്ഷെ ഞാൻ വീട്ടിൽ പോകാത്തതുകൊണ്ട് കുറേ ആയി കഴിച്ചു. വിഷുവിന് കഴിച്ചാന്ന് തോന്നുന്നു, ഏപ്രിൽ സമയത്ത് ഞാൻ വീട്ടിൽ പോയ സമയത്താണ് ആ ഒരു 3-4 ദിവസമാണ് കുറേ മാമ്പഴ പുളിശ്ശേരി കൂട്ടി ചോറ് കഴിച്ചത്. അപ്പോൾ ഇപ്പം കുറേ ആയിട്ട് കഴിച്ചിട്ടില്ല. ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കി നോക്കി, മാമ്പഴം അവിടെ നിന്ന് ചന്ദ്രക്കാരൻ മാമ്പഴം മേടിച്ചുകൊണ്ട് വന്ന് ഞാനിവിടെ ഉണ്ടാക്കി നോക്കി. കുഞ്ചുമൊക്കെ പറഞ്ഞു നല്ലതാ, ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് കഴിച്ചു നോക്കിയിട്ട് അമ്മ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓക്കെ, എൻ്റെ മാമ്പഴ പുളിശ്ശേരി ഓക്കെ ആണെന്ന് പറഞ്ഞവർക്ക് ഓക്കെ, പക്ഷേ എനിക്കത് തൃപ്തിയായില്ല. അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് അത് കഴിക്കണം. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമ്മുടെ ആ കംഫർട്ട് ഫുഡ് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു അങ്ങനെ ഒരു ഫീല് വരുന്നുണ്ടാവും അല്ലേ? വരാറുണ്ടാവും. ചിലപ്പോൾ നമ്മളതങ്ങ് വിടും, ചിലപ്പോൾ അത് വരും, ചിലപ്പോൾ ഒരു മിസ്സിങ് ആവും. നമ്മൾ എന്നിട്ട് അമ്മയുടെ റെസിപ്പി അന്വേഷിച്ച് നമ്മളത് ട്രൈ ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ നോക്കും. അങ്ങനെയൊക്കെ നിങ്ങളും ചെയ്തിട്ടുണ്ടാവുമെന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുന്നു. അപ്പം ഞാനും ഇന്നങ്ങനെ അമ്മയുടെ മാമ്പഴ പുളിശ്ശേരിയുടെ കാര്യം ആലോചിച്ചിരുന്നപ്പോഴാണ് ഇപ്പോൾ ഞാൻ ചെയ്യാറ്, ചെന്നൈയിൽ വന്നേ പിന്നെ എൻ്റെ ഒരു ഗോ ടു മീൽ അല്ലെങ്കിൽ എൻ്റെ ഒരു കംഫർട്ട് മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാൽ കിച്ചടിയാണ്. യെസ്, ദാൽ കിച്ചടി. ദാൽ കിച്ചടി, നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുള്ള നല്ല തിക്ക് ദാൽ കിച്ചടി.
അതും നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ദാൽ കിച്ചടി. സോ ഇപ്പം ഞാൻ കുറേ ആയിട്ട് ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ പോയാലും എൻ്റെ ഉച്ചത്തെ ഒരു ഗോ ടു മീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് ഓക്കെ ഇത് മതി എനിക്ക് വയറിനും ഒക്കെ മനസ്സിനും ഒക്കെ സന്തോഷം തരുന്ന ഫുഡ്. ആൻഡ് നമ്മൾ കുറച്ച് ഡയറ്റൊക്കെ നോക്കുന്നതുകൊണ്ട് ആ ഒരു ദാൽ കിച്ചടിയും അതിന് ആപ്റ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ദാൽ കിച്ചടിയാണ് എൻ്റെ ഇപ്പോഴത്തെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ടുള്ള എൻ്റെ എല്ലാ ദിവസവും ഉച്ചത്തെ ഫുഡ്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, കുറേ നാളത്തെ ഞാൻ ഇതാണ് ഉച്ചയ്ക്ക്, ഉച്ചയായാൽ കഴിഞ്ഞാൽ ദാൽ കിച്ചടി, ഏത് സ്ഥലത്താണെങ്കിലും ദാൽ കിച്ചടി, എന്താ പറയുക ഹോട്ടലിൽ പോയാലും ദാൽ കിച്ചടി, പ്രൊഡക്ഷനിലാണെങ്കിലും അവരോട് ദാൽ കിച്ചടി, മറ്റേ എൻ്റെ ചേച്ചി ഉണ്ട് ലക്ഷ്മിയൊക്കെ ദാൽ കിച്ചടി ഉണ്ടാക്കാൻ പറയും. ഹോട്ടലിൽ പോയാൽ അവരോട് ദാൽ കിച്ചടി ഉണ്ടാക്കാൻ പറയും. എപ്പോൾ പോയാലും ഉച്ചയ്ക്ക് ദാൽ കിച്ചടി. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അപ്പം ആഫ്റ്റർ മാമ്പഴ പുളിശ്ശേരി എൻ്റെ ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഫുഡ് ആയിട്ട് ദാൽ കിച്ചടി മാറിയിരിക്കുകയാണ്. ഇതിന് മുൻപ് ഞാൻ കഴിച്ചിട്ടുണ്ട്, ഒരുപാട് പ്രാവശ്യം അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട് സെയിം ഈ ഡയറ്റ് പർപ്പസിന് വേണ്ടി. പക്ഷെ അപ്പോഴും നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട് അതിനോട് അത്ര വലിയ ഓക്കെ ഡയറ്റ് ആയതുകൊണ്ട് കഴിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് ഇതിങ്ങനെ കഴിച്ച് എനിക്കിപ്പോൾ ദാൽ കിച്ചടിയാണ് എൻ്റെ ഉച്ചത്തെ യമ്മി ഫുഡ്. അപ്പോൾ അത് ഓർഡർ ചെയ്യും. അങ്ങനെ ഞാൻ ഇന്നത്തെ ദിവസം ഞാനൊരു രാവിലെ ഒരു ലുക്ക് ടെസ്റ്റിന് പോയി. ആ ലുക്ക് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ വിശേഷമൊക്കെ പിന്നെ അറിയിക്കാം. വെരി ഇൻട്രസ്റ്റിംഗ് ഒരു ക്യാരക്ടറാണ്, നല്ലൊരു സിനിമയാണ്. സോ ആ ലുക്ക് ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വിശന്നപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ ദാൽ കിച്ചടി ഞാൻ ഓർഡർ ചെയ്തു. അപ്പോഴാണ് ഞാനിങ്ങനെ ആലോചിച്ചത് ഈ കംഫർട്ട് ഫുഡിനെ കുറിച്ചിട്ടും ഞാനിപ്പോൾ കഴിക്കുന്ന കംഫർട്ട് ഫുഡും ഞാൻ മിസ് ചെയ്യുന്ന കംഫർട്ട് ഫുഡ് എന്തൊക്കെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നല്ല ചൂട് ദാൽ കിച്ചടി വന്നിരിക്കുകയാണ്. ദാൽ കിച്ചടി ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് സ്പെഷ്യലി കുറേ ഒരു 5 തരം പരിപ്പുകൾ ഇതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ മഞ്ഞപ്പരിപ്പും പച്ചപ്പരിപ്പും അത് രണ്ടുമാണ് ഇതിനകത്ത് ഇപ്പോൾ ഇവർ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നല്ല നെയ്യൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് അതാണ് ഇവരുടെ ദാൽ കിച്ചടി. വീട്ടിലുണ്ടാക്കുമ്പോൾ 5 കളർ പരിപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല തക്കാളിയും വെളുത്തുള്ളിയൊക്കെ ഉണ്ടാക്കിയിട്ട് പച്ചമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ നെയ്യൊക്കെ ഇട്ടിട്ട് അങ്ങനത്തെ ദാൽ കിച്ചടി. അമേസിങ്, നല്ല ഫ്ലേവർ ഉണ്ട്. ആ ടേസ്റ്റ് ഉണ്ട്. അതും ആ നോർത്ത് ഇന്ത്യൻ്റെ ഒരു പപ്പടം, പിന്നെ അവരുടെ ഒരു അച്ചാറുണ്ട്, പിന്നെ ഉള്ളി. സംഭവം പൊളി. കൈകൊണ്ട് കഴിക്കുന്നതിൻ്റെ ഒരു സുഖം അതും ആ സ്പൂണിൽ ഒട്ടും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് കഴിക്കാൻ വെച്ചു. ഇപ്പോൾ ഈ ദാൽ കിച്ചടി കഴിക്കുമ്പോൾ എൻ്റെ ഡയറ്റീഷ്യനും പറഞ്ഞു ഓക്കെ ഉച്ചയ്ക്ക് ഒരു നേരം ദാൽ കിച്ചടി ഇറ്റ്സ് എ വെരി ഗുഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു. അത്യാവശ്യം പ്രോട്ടീൻ കാപ്സും എല്ലാം ഉള്ളതുകൊണ്ട്, പിന്നെ നമ്മൾ ഗുഡ് ഫാറ്റ് നെയ്യിലാണ്, അപ്പോൾ അതുകൊണ്ട് അത് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് വയറിന് നല്ല സുഖമുണ്ട്, മനസ്സിന് നല്ല സുഖമുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ കേരളത്തിൽ അങ്ങനെ ദാൽ കിച്ചടി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉച്ച സമയത്തൊന്നും ആൾക്കാർ അങ്ങനെ വീട്ടിലുണ്ടാക്കുകയും അല്ലെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ദാൽ കിച്ചടി കഴിക്കാം അങ്ങനെയൊന്നുമില്ല. കൂടുതലും നോർത്തിലാണത്. കരീന കപൂറിനൊക്കെ ദാൽ കിച്ചടി ഇല്ലാതെ പറ്റില്ല. അതുപോലെ ആയി ഇപ്പം ഞാൻ, എനിക്ക് ദാൽ കിച്ചടി ഇല്ലാതെ പറ്റില്ല ഇപ്പം. അപ്പം നമ്മുടെ നാട്ടിലൊരു കൾച്ചർ അല്ലെങ്കിൽ പോലും നല്ലൊരു ഫുഡാട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. യൂട്യൂബിൽ അതിൻ്റെ റെസിപ്പിയൊക്കെ കിട്ടും. അപ്പം ബാച്ചിലേഴ്സ് ആണെങ്കിലും അതുപോലെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിലും ജോലിയിലെ തിരക്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്ന അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. അതുപോലെ കുട്ടികൾക്കൊക്കെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. കാരണം ഇറ്റ്സ് വെരി ഹെൽത്തി. പച്ചപ്പരിപ്പും നമ്മുടെ ഓറഞ്ച് പരിപ്പും മഞ്ഞപ്പരിപ്പ് എല്ലാം ഇട്ടിട്ട് വെളുത്തുള്ളിയും ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ടിട്ട് നല്ല നെയ്യിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് നമ്മൾ ഹെൽത്തിനാണ്. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടു കൂടി എൻ്റെ ലഞ്ച് കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി നിങ്ങളുമായിട്ട് ആ ഒരു പെട്ടെന്ന് തോന്നിയൊരു കാര്യം ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ ഇനി മുതൽ എൻ്റെ യൂട്യൂബിൽ എനിക്കങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. നിങ്ങളത് സഹിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനത്തെ തോന്നലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം.
അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒന്നുമില്ല വീഡിയോയിൽ പ്രത്യേകിച്ച്. അച്ചാർ എനിക്ക് നോർത്ത് ഇന്ത്യൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റ്, മാങ്ങ, നാരങ്ങ എല്ലാം മിക്സ്ഡ് അച്ചാറാണ്. അപ്പം ക്യാരറ്റ് എനിക്ക് അല്ലെങ്കിലും നോർത്ത് ഇന്ത്യൻ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അതിലിപ്പം ദാൽ കിച്ചടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, കഴിച്ച് നോക്കണം, നിങ്ങളുടെ അഭിപ്രായം പറയണം. നല്ല യമ്മി ആയിട്ടുള്ള ദാൽ കിച്ചടി. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ഒരു തോന്നൽ നിങ്ങളോട് ഷെയർ ചെയ്തു എന്നുള്ള സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുമ്പോൾ പുതിയ എന്തെങ്കിലും എൻ്റെ തോന്നലുകൾ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വിശേഷവും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. സോ എല്ലാവരും ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഏത് സമയമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ലഞ്ച് കഴിക്കുക, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഡിന്നർ കഴിക്കുക, നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഓക്കെ.